കേസ് നമ്മൾ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. മണാലി. അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ എയർപോർട്ടിലെത്തി. എയർപോർട്ടിൽ നിന്ന് ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി. എയർപോർട്ടിൻ്റെ ഉള്ളിൽ നിന്ന് റൺവേയിലേക്ക് വീണ്ടും ഒരു ബസ് കയറി. സ്പൈസ് ജെറ്റിലാണ് നമ്മൾ ഡൽഹിയിലേക്ക് ടിക്കറ്റ് എടുത്തത്. ആദ്യമായിട്ട് ഫ്ലൈറ്റ് കാണുന്നതിൻ്റെ എല്ലാ അമ്പലപ്പും ബക്കറിയും ബേജാറും എല്ലാം പോലെ എടുക്കണ്ടേ. ജനാൻ്റെ ഉള്ളിൽ കൂടി എന്ത് നോക്കുന്നു, എന്തെല്ലോ കളിക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ഫ്ലൈറ്റ് എക്സ്പീരിയൻസ്? അങ്ങനെ ഡൽഹി എയർപോർട്ടിലെത്തി. ഡൽഹി എയർപോർട്ട് ഇതൊന്ന് കൊലപാതകം വെച്ച് പുകയിട്ട പോലെയില്ലേ സംഭവം. ഇത് ഫുള്ള് മഞ്ഞാണ്, തണുത്ത് വേർച്ചിട്ടൊരു രക്ഷയില്ല. അങ്ങനെ എയർപോർട്ടിൽ നിന്ന് നമ്മൾ നേരെ ഒരു ബസ് കയറി റെയിൽവേ സ്റ്റേഷനിലെത്തി. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് താജ്മഹലിലേക്ക് പോകാൻ ചീപ്പാണ്. 200 റുപ്യ കൊടുത്താൽ ലോക്കലിന് കിട്ടും, 500 റുപ്യ കൊടുത്താൽ റിസർവ് ചെയ്യാൻ. ആഗ്രയിലെത്തിയിരിക്കുകയാണ്. കുഴപ്പമൊന്നുമില്ല, ഒരു വൃത്തിയുമില്ല, കച്ചറ പിടിച്ച സാധനം. അങ്ങനെ ആഗ്ര കാണ്ട് റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇവിടുന്ന് ഞങ്ങൾ ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ടാണ് പോയത്. 200 റുപ്യ കൊടുത്ത്. 200 റുപ്യ ലേശം കൂടുതലാണെന്ന് തോന്നുന്നു. 10 മിനിറ്റ് ഓട്ടോ. താജ്മഹലിൻ്റെ വെസ്റ്റ് ഗേറ്റ് കൂടെയാണ് നമ്മൾ എൻട്രി ചെയ്യേണ്ടത്. ബാക്കിയുള്ള ഗേറ്റിലെല്ലാം പോയാലും മൊത്തത്തിൽ തിരുപാട് കിട്ടുന്നുണ്ടാവും. അപ്പം വെസ്റ്റ് ഗേറ്റ് കൂടി എൻട്രി ചെയ്താൽ താജ്മഹലിൻ്റെ ഫ്രണ്ട് വ്യൂ കിട്ടും. ഭയങ്കര തണുപ്പാണ് ഇവിടെ. ഗൂഗിളിൽ കാണിക്കുന്ന 8 ഡിഗ്രിയാണ്. 9 ആളുള്ളൂ. ഞാനെന്ത് പറഞ്ഞാലും ഒന്ന് കൂട്ടി പറയുന്നുണ്ട്. 8 ഡിഗ്രി. അപ്പോൾ നമ്മൾ 9 കണക്കാക്കുക. അപ്പം വരുന്ന വരുത്തിൽ ഗൈഡെല്ലാം നമ്മളോട് പറയൂ, പിന്നെ എനിക്ക് താജ്മഹലിൻ്റെ ഉള്ളിൽ ആന ഉണ്ട്, ഒട്ടക ഉണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും. ഓലോടൊന്നും നമ്മൾ പോകാൻ പാടില്ല. ഒറ്റക്ക് തണുത്ത് ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോവുക. ഇവിടെ കോട്ടും വാങ്ങി തൊപ്പിയിടാത്ത 2 ടീം, ഞങ്ങൾ 2 ആൾ മാത്രമേ ഉള്ളൂ. ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങുന്ന റിവള് പറഞ്ഞ് ഡൽഹിയിൽ പൈസ കുറവായിരിക്കും, ഇവിടുന്ന് ലാഭിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് വാങ്ങിയാണ്ട് പോൽച്ചക്ക് ഡൽഹിയിലെത്തിയോണ്ട് മങ്കിത്തൊപ്പിയും കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. തണുത്തിട്ടെല്ലാം കൂടിയും ഇതിങ്ങനെ ചളിയെല്ലാം ഇങ്ങനെ വരും. അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങ് പോവാ, ഒന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി താജ്മഹലിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ട് നമുക്ക് വ്യൂ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഓക്കെ. താജ്മഹലിലേക്കുള്ള സെക്യൂരിറ്റി ആയിട്ട് അത് ഇവിടെ അത്യാവശ്യം തിരക്കുണ്ടാവും. സെക്യൂരിറ്റി ചെക്കിന് കഴിഞ്ഞാൽ നമ്മൾ താജ്മഹലിലേക്ക് കയറും. താജ്മഹലിൻ്റെ മുന്നിലുള്ള പണ്ടത്തെ ആൾക്കാരിൽ ഇരുന്ന് വർത്താനെല്ലാം പറയുന്ന സ്ഥലമാണ് ഇത്. ഓരോരുത്തർ റൂമാന്ന് തോന്നുന്നു. ചെടിയും ചെടിച്ചട്ടിയും എല്ലാം ഉണ്ട്. എന്തുണ്ടാക്കിയാലും അതിൻ്റെ മുകളിൽ മിനാരുണ്ടാവും. അതാണ് ഇതിലെ മെയിൻ. ഏകദേശം താജ്മഹൽ കാരുവാനാക്കി അപ്പുറം എല്ലാം നോക്കാൻ പറയുന്നുണ്ട്. പിന്നെ എന്നാൽ നമ്മളിത് ഇയാളെ കാണിക്കാണ്ട് ഇതിൻ്റെ മുന്നിലുള്ള എല്ലാ വിവരങ്ങളെല്ലാം കാണിക്കാം. ഷാജഹാൻ്റെ കുട്ടികളെല്ലാം ക്രിക്കറ്റും ഫുട്ബോളെല്ലാം കളിക്കുന്ന മൈതാനാണിത്. സംഭവം സെറ്റപ്പാണ്. പണ്ടുള്ള എന്തെല്ലോ ഉണ്ടാക്കി. ബാക്കി ആഗ്രയിലുള്ള ടൗണിലും ഇവിടെ ഒന്നും ഇറങ്ങാനാവില്ല. നസീർ മരിച്ചതും കൂടി അറിയല്ലോ. കുതിര വണ്ടിയും കാള വണ്ടിയും സൈക്കിളും നമ്മളെ ഡൈനാമുള്ള സൈക്കിളെല്ലാം ഉണ്ടാവും ഇവിടെ. അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വീഡിയോ എടുത്തിട്ട് ഇടുന്നുണ്ട്. സംഭവം സെറ്റാണ്. ഇത് കാണുമ്പോൾ മാത്രം തന്നെ ഉണ്ട്, വെറുതെ അല്ല. ഇത് ലോകാത്ഭുതങ്ങളിലെയോ 7ാമത്തേനും ഇത്രാമത്തേനും അതിൽ പെടുന്ന ഒന്നായത് വെറുതെ ഒന്നുമല്ല. നല്ലോണം മെനക്കെട്ട് കേട്ടോ. പണ്ടുള്ള എനിക്ക് നല്ല പണിയായി. താജ്മഹലിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എൻട്രി ചെയ്യാൻ പോകുന്നതാണ്. ഇന്ന് ശനിയാഴ്ച കൊണ്ട് അത്യാവശ്യം നല്ല തിരക്കെല്ലാം ഉണ്ട്. പറഞ്ഞു ഇപ്പൊ നമ്മളിനി താജ്മഹലിന്റെ ഉള്ളിലേക്കാണ് പോകാൻ നോക്കുന്നത്. വൺസ് നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ ഒരു 45ൻ്റെ ടിക്കറ്റ് ഉണ്ടാവും, ഒരു 245ൻ്റെ ടിക്കറ്റ് ഉണ്ടാവും. ആ 245ൻ്റെ എടുത്താലാണ് നമുക്ക് താജ്മഹലിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റുക. ഇപ്പോൾ സമയം 1:30 ഇപ്പാണ് ശരിക്കും ഇവിടെ താജ്മഹലൊന്ന് തെളിഞ്ഞ് കണ്ടു തുടങ്ങിയത്. നല്ല ഫോഗായിരുന്നു. അധികം രാവിലെ എത്താത്തത് നന്നായി. എന്തായാലും കാണാൻ പറ്റില്ലേ. ഞങ്ങൾക്ക് നേരം വൈകി ഭയങ്കര സങ്കടമായിരുന്നു. കാണാൻ നേരം വൈകിപ്പോയല്ലോ, തിരക്കിയിരിക്കുമല്ലോ. പക്ഷെ നേരം വൈകിയോണ്ടാണ് നല്ലോണം കാണാൻ പറ്റും. വ്യൂ ഒന്ന് കാണിച്ചിട്ട് അടിപൊളിയാ. ഇപ്പൊ 250 കൊടുത്താൽ നമുക്ക് താജ്മഹൽ
ഇതിൻ്റെ ഉള്ളിൽ കയറാം, അല്ലെങ്കിൽ നേരെ ആ പൂന്തോട്ടത്തിൻ്റെ അവിടെ നിന്ന് 2 സെൽഫി എടുത്ത് പോകേണ്ടത്. അപ്പോൾ എന്തായാലും ഇവിടുത്തോളം വന്നൊക്കെ ഒരു 45 റുപ്യേൻ്റെ ഓടി 200 കൂട്ടിയാൽ 255 റുപ്യേൻ്റെ നല്ല ടിക്കറ്റ് എടുത്താൽ നമുക്ക് ഉള്ളിൽ കയറാം. തോന്നല്ലേ, എല്ലാം ഒറിജിനൽ തന്നെയാണ്. രക്ഷയില്ല കേട്ടോ. ഇതിന്റെ പണിക്കാരനാണ് പണിക്കാരൻ. പിന്നെ ആകെയുള്ളൊരു വിഷമം എന്ന് വെച്ചാൽ ഈ പട്ടിക്കാട്ടിലായി പോയുള്ള ഈ ഷാജഹാൻ താജ്മഹൽ എടുത്തത്. നമ്മളെ വടകര ടൗണിലോ കോഴിക്കോടായിട്ടായിരുന്നെങ്കിൽ നമുക്ക് അധികം ദൂരം വരുമോ വേണ്ടേ ഇത് കാണുവേ. ഇത് കണ്ട ഇതിൻ്റെ കൈവരി വരെ മാർബിളിൽ, വേറെ ഒന്നുമില്ല, ഫുള്ള് മാർബിളിൽ. ഇതെന്താ സംഭവം ഉണ്ടാക്കി വെച്ചിനി ഒന്നും പറയല്ലേ. ഈ ഇവിടെ അറബിയിൽ എന്തെല്ലോ എഴുതി വെച്ചിട്ടുണ്ട്, അതൊന്നും എന്നിട്ട് തിരിയുന്നുണ്ട്. ഇത് കണ്ട നമ്മൾ പെയിൻ്റാന്ന് വിചാരിക്കുന്നില്ല. കറുത്തതും കല്ലാണ്, മഞ്ഞയും കല്ലാണ്, ഇതും കല്ല്. ഇത് കല്ലിലുണ്ടാക്കിയ വിൻഡോ ആണ് കേട്ടാ. കല്ല് കൊണ്ടുണ്ടാക്കിയ മായാജാലം തന്നെ, മാർബിൾ ഉണ്ടാക്കിയ മായാജാലം. ആരെങ്കിലും പറയാ ഇത് കൈപ്പണി കണ്ടോ എടുത്തേന്ന്. പിന്നെ നേരെ നമുക്കൊരു വാച്ച് ടവർ കാണാൻ പറ്റും. വാച്ച് ടവർ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം അതിൻ്റെ മതിലുമേലുള്ള കൊത്തുപണിയാണ്, നല്ല കേടിലാനായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് താജ്മഹലിൻ്റെ ഉള്ളിൽ നമ്മൾ ബാക്ക് സൈഡ് കൂടി പുറത്തിറങ്ങിയാൽ പിന്നെ നമ്മൾ കണ്ട ബായി ഒളന്നു ഒരു നദീൻ്റെ കരയാണ് നമുക്ക് കാണാം. സെറ്റപ്പ് നല്ല രസമുണ്ട്. അവിടെ നിന്നാൽ നല്ലൊരു തണുത്ത കാറ്റും കൊണ്ടിട്ട് നല്ലോണം ഇങ്ങനെ അതിൻ്റെ ഒരു വ്യൂവിലിങ്ങനെ കാണാൻ പ്രത്യേക ഒരു രസമാണ്. നമുക്ക് നെക്സ്റ്റ് കാണാൻ പറ്റിയൊരു സ്പോട്ടാണ് ആഗ്ര ഫോർട്ട്. അപ്പോൾ ഇവിടുത്തെ ടിക്കറ്റ് വരുന്നത് ഓൺലൈൻ ബൈ ബുക്ക് ചെയ്യുമ്പോൾ അഡൽട്ട് പേഴ്സണ് പെർ 35 ആണ്. ഇവിടെ ഒന്നായിട്ട് ഇതും സെയിം പാറക്കല്ലുകളിൽ കൊത്തിയെടുത്ത അക്ബർ ചക്രവർത്തിയുടെ കോട്ടയാണ്. നൈസാണ്, കാണാൻ നൈസാണ്. പിന്നെ ഇവിടെ പല പറ്റിപ്പോകാറുണ്ടാവും. ഗൈഡ് വരും, ഗൈഡിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. ഒരു 10 രൂപ കൊടുത്താൽ ഇവിടുന്ന് ഓട്ടോന് പോകേണ്ടതേ ഉള്ളൂ. ഇപ്പോൾ ആഗ്ര ഫോർട്ടിലാന്നുള്ള സംഭവം നൈസാണ്. ഒരു പക്ക ഒരു ടിപ്പിക്കൽ രാജാവിൻ്റെ രാജകുടുംബത്തിൻ്റെ എല്ലാ പ്രൗഢിയോടുകൂടി എല്ലാ ആഡംബരവും കാണിച്ചിന്. രാജാവ് എനക്ക് വന്ന് അന്നേരം പെണ്ണ് കിട്ടുക ശ്യാമായിട്ട് വലിയ വീടെടുത്തിട്ടല്ലോ കോട്ട ഉണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് പെണ്ണ് കിട്ടേണ്ടിട്ടായിട്ട് എടുത്താന്ന് തോന്നുന്നു. പിന്നെ താജ്മഹലിൻ്റെ സെയിം ഷെയ്ഡ് സാധനങ്ങളല്ലോ ഇന്നത്തെ ഇതിൽ കാണാൻ പറ്റും. അങ്ങനെ ആഗ്ര ട്രിപ്പ് നമ്മളെ കംപ്ലീറ്റ് ആയി. ആഗ്രയിൽ താജ്മഹൽ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് വന്ന ചിലവ് എന്ന് വെച്ചാൽ ഡൽഹിയിൽ നിന്ന് 400 രൂപ സ്ലീപ്പറിന് ഒരാൾക്ക്, അതിന് ശേഷം 200 റുപ്യേൻ്റെ ഓട്ടോറിക്ഷ വിളിച്ചിട്ട് നമ്മൾ താജ്മഹലിലെത്തി. ആടുന്നൊരു 10 റുപ്യേൻ്റെ കുതിര വണ്ടിയിൽ നമ്മൾ ആഗ്ര ഫോർട്ടിലെത്തി. അപ്പോൾ ടോട്ടൽ ഒരാൾക്ക് ചിലവാകുന്നത് വെച്ചാൽ 800 + 200 + 10. പിന്നെ താജ്മഹലിൻ്റെ ഇതിൻ്റെ ടിക്കറ്റ് 300, 1110 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് ഇതെല്ലാം കണ്ടുവരാം. പാക്കേജും വേണ്ട, നമുക്കൊന്നും വേണ്ട, കൂളായിട്ട് പോയിട്ട് വരാം.